കുളക്കട ഉപജില്ലയിലെ മൈലം പഞ്ചായത്തിലെ നിലവിൽ CRC സെന്ററായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ മൈലം ഗവൺമെന്റ് KVLPS സ്ഥാപിതമായിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിടുന്നു. 1921 സ്ഥാപിതമായതാണ് നമ്മുടെ ഈ സ്കൂൾ. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അക്ഷരമധുരം നുകർന്നു കൊടുത്ത ഈ സ്കൂളിന് ഇപ്പോൾ അതിന്റെ മേൻപൊടിയായിട്ട് നമുക്ക് വർണ്ണക്കൂടാരം പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഞാൻ ഒരു പ്രഥമാധ്യാപിക എന്ന നിലയിൽ എനിക്കത് വളരെ സന്തോഷമുണ്ട്. ഞാനും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളും അതുപോലെ ഈ നാടും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു സുദിനമാണിന്ന്. കുഞ്ഞുങ്ങൾ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ നമ്മുടെ സ്കൂളിൽ മുന്നിട്ട് നിൽക്കുന്നു. 13 ഇടങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് തൻ്റെ അഭിരുചിക്കനുസരിച്ച് ശേഷികൾക്കനുസരിച്ച് അവരുടെ മേഖലകൾ അവരെ ഉയർന്ന തലത്തിൽ പഠനത്തിന്റെ മികവിന്റെ പാതയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ 13 ഇടങ്ങളാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഹരിത ഇടം മുതൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുഞ്ഞുങ്ങൾ അവരുടെ പഠനം നിലവാരം ഉയർത്തുന്നതിന് ഉതകുന്ന തരത്തിലുള്ള ഈ ഇടം വരെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായും നമ്മുടെ നാടിന്റെ ഇതൊരു മുതൽക്കൂട്ടാകും എന്നുള്ളൊരു യാതൊരു സംശയവുമില്ല. SSKയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ പ്രീ പ്രൈമറി സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് വർണ്ണക്കൂടാരം എന്ന പദ്ധതി. ഓരോ പ്രീ പ്രൈമറിയെയും അന്തർദേശീയ നിലവാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള വികാസത്തെയും പോഷിപ്പിക്കുന്ന രീതിയിലുള്ള പഠന ക്ലാസ് റൂമുകളും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള ടീച്ചിങ് എയ്ഡുകളും അധ്യാപകർക്ക് ആവശ്യമായ പരിശീലനങ്ങളും നൽകി കുട്ടികളുടെ ഏത് തരത്തിലുള്ള വികാസവും ലഭ്യമാക്കുന്ന രീതിയിൽ ഓരോ ക്ലാസ് റൂമുകളിലും കുട്ടികളെ ആകർഷിച്ച് അവർക്ക് ടെക്സ്റ്റ് ബുക്കും ഒന്നും തന്നെ ഇല്ലാതെ തന്നെ അവരെ പ്രകൃതിയുടെ മറ്റു ഭാവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വ്യത്യസ്ത ആശയങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്ലാസ് റൂം ആക്ടിവിറ്റികൾ സജ്ജീകരിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് വർണ്ണക്കൂടാരം എന്ന ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10 ലക്ഷം രൂപ ആണ് നമ്മളുടെ ഈ പദ്ധതിക്കായിട്ട് വിനിയോഗിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ പ്രീ പ്രൈമറി കുട്ടികളെ നമ്മളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ ക്ലാസ് റൂമുകൾ വളരെ മനോഹരമായി അലങ്കരിക്കുക, അവരുടെ വികാസശേഷികളെ എല്ലാം പരിപോഷിപ്പിക്കുക, ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 13 ഇടങ്ങളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വരയിടം, കളിയിടം, ഭാഷാ ഇടം, നിർമ്മാണ ഇടം, പുറം കളിയിടം, ഇങ്ങനെ കുഞ്ഞരങ്ങ്, ഇങ്ങനെ പറയുന്ന വിവിധങ്ങളായ 13 ഇടങ്ങൾ. ഈ ഇടങ്ങളിൽ കുട്ടികളുടെ എല്ലാത്തരം വികാസ ശേഷികളെയും പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ, കളി ഉപകരണങ്ങൾ, പഠന ഉപകരണങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മളുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസം കൊടുക്കാനാണ് നമ്മളുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇത് സ്കൂളിന്റെ മുൻകാല ചരിത്രം ഒക്കെ എനിക്കറിയാം. ഇപ്പൊ ഇത്രയും ഐശ്വര്യം വന്നു വിട്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഈ മികവാർന്ന സ്കൂൾ ഒന്നാണ് ഗവൺമെന്റ് KVLPS. ഇവിടെ കുളക്കട ഉപജില്ലയിലെ ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ കൂടിയാണിത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ ഒന്നാണ് മൈലം KVLPS. ഇവിടെ പഠിച്ച നിരവധി കുട്ടികളെ ഇന്ന് ഈ സംസ്ഥാനത്തിന്റെയും രാജ്യത്ത് ലോകത്തും പല സ്ഥലങ്ങളിലും നന്നായി ജോലി ചെയ്യുന്നുണ്ട്. നല്ല സാമൂഹിക ജീവിത നിലവാരം ഉണ്ടായിട്ടാണ്. നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ മൈലത്തിന് ഹൃദയഭാഗത്ത് ഉള്ള സ്കൂളാണ്. ഇതിന്റെ സ്കൂളിന്റെ പേര് കൃഷ്ണവിലാസം ഗവൺമെന്റ് LP സ്കൂൾ എന്നാണ്. ഈ സ്കൂളിനോടനുബന്ധിച്ച് തന്നെ ദേവി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ ഉടമസ്ഥകൾ ആയിരുന്നു ഈ സ്കൂള്. പിന്നീട് ഗവൺമെന്റ് വിട്ടുകൊടുത്തതാണ്. അങ്ങനെ ഇന്നും ആ സ്കൂൾ, ഈ 2 സ്കൂൾ ഒന്നിച്ചാണ് നിലകൊള്ളുന്നത്. അങ്ങനെ വളരെ ഭാഗ്യം ചെന്നൊരു സ്കൂളാണിത്. ഞങ്ങളുടെ പഠിക്കുകയും മക്കളെ പഠിപ്പിക്കുവാനും പൊതുവിദ്യാലയ രംഗത്തെ മികവാർന്ന സ്കൂളാണ്. വർണ്ണക്കൂടാരം എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് മികവാർന്ന പരിപാടി നടത്തി എല്ലാവിധ ആശംസകളും സ്കൂൾ നേരുകയാണ്. ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ മൈലം ഗ്രാമത്തിന്റെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു വിദ്യാലയമാണ് മൈലം ഗവൺമെന്റ് KVLPS. 2014 മുതൽ 2020 വരെ 6 വർഷം ഈ സ്കൂളിന്റെ പ്രഥമാധ്യാപകനായി സേവനമനുഷ്ഠിക്കാനിടയായി. ഈ നാട്ടിൽ നിന്നും അതോടൊപ്പം രക്ഷിതാക്കളിൽ നിന്നൊക്കെ വലിയ പിന്തുണയാണ് കിട്ടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മൈലം ഗ്രാമപഞ്ചായത്തിന്റെയും അതോടൊപ്പം SSAയുടെയും
പിന്നീട് MLA MP ഫണ്ടൊക്കെ ഉപയോഗിച്ച് ആ കാലഘട്ടങ്ങളിലൊക്കെ വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിൽ നടക്കുകയുണ്ടായി. തുടർന്ന് ആ വികസന പ്രവർത്തനങ്ങൾ നിലയ്ക്കാതെ വീണ്ടും ഇന്നേ ദിവസം ഇത്തരത്തില് പ്രീ പ്രൈമറിക്ക് വേണ്ടി വർണ്ണക്കൂടാരം ഒരുക്കി കുട്ടികളുടെ അഭിരുചിയെ വളർത്തിയെടുക്കത്തക്ക രീതിയിൽ ഇത്രത്തോളം ഇത് വളരെ വിശാലമായ രീതിയിൽ ഏതൊരു ഇന്റർനാഷണൽ സ്കൂളിനെയും വെല്ലുന്ന തരത്തില് ഇത് ഇങ്ങനെ ആയിത്തീർന്നതിൽ വ്യക്തിപരമായി വളരെ സന്തോഷിക്കുന്നു. ഈ വിദ്യാലയം ഭാവിയിൽ അനേകർക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ച് ഈ ഗ്രാമത്തിൽ നിന്നും ധാരാളം കലാപ്രതിഭകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ മേഖലകളിലും മറ്റ് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുമുള്ള ഉന്നതരായ വ്യക്തികളെ വാർത്തെടുക്കുന്നതിന് ഈ വിദ്യാലയം ഉപകരിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ നാടിന്റെ തന്നെ ഒരു ഉത്സവമാണ് ഇന്ന്. അതായത് ഞാനൊക്കെ കുഞ്ഞുനാളിലെ പഠിച്ച സ്കൂള്, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പഠിച്ച സ്കൂള് ഇന്ന് ഈ നിലയിൽ എത്തിച്ചേരാന് സഹായിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നമ്മുടെ ഈ സ്കൂളിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ, ഈ കുഞ്ഞുങ്ങൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഇത്രയും വർണ്ണക്കൂടാരം പദ്ധതിയിലൂടെ 6 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച നരേന്ദ്രമോദി സർക്കാരിനെ തന്നെ ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ചേർന്ന് നടത്തുന്ന സ്റ്റാർസ് പദ്ധതിയിലൂടെ വർണ്ണക്കൂടാരം എന്ന് പ്രീ പ്രൈമറി സ്കൂളിലെ കുട്ടികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും, അതായത് പഠനത്തോടൊപ്പം കളികൾ, 13 മൂലകൾ, അവർക്ക് നിലവാരത്തിൽ ഓരോ കുട്ടിയുടെയും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചും ചെയ്യുന്ന ഈ പാഠ്യ പദ്ധതി ശരിക്കും പറഞ്ഞാൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പദ്ധതിയാണെന്ന് കൂടി ഈ അവസരത്തിൽ പറയുന്നു. പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നു മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദുജി നാഥ്. ആരോഗ്യ വിഭാഗം മൈലം ഗ്രാമപഞ്ചായത്ത് വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് SSKയുടെ നേതൃത്വത്തിൽ, സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രീ പ്രൈമറി കുട്ടികൾക്കായിട്ട് വർണ്ണക്കൂടാരം ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ കൊല്ലം ജില്ലയിൽ 120 സ്കൂളുകളിലാണ് വർണ്ണക്കൂടാരം പ്രോജക്റ്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 10 ലക്ഷം രൂപയാണ് SSK സ്റ്റാർസ് പദ്ധതി പ്രകാരം വർണ്ണക്കൂടാരത്തിനായി ചെലവഴിക്കുന്നത്. കുട്ടികളുടെ ബൗദ്ധിക ശേഷി വികാസത്തിൻ്റെ 13 ഇടങ്ങളാണ് നമ്മൾ ശാസ്ത്രീയമായ ഒരു വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വർണ്ണക്കൂടാരത്തിൽ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു തുക പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല പ്രയോജനം നമ്മുടെ ഗ്രാമീണ തലങ്ങളിലുള്ള സ്കൂളുകൾക്കുൾപ്പെടെ ലഭിക്കുകയാണ്. ശാസ്ത്രീയ രീതിയിൽ ഇപ്പോൾ പ്രീ പ്രൈമറിയുടെ പാഠ്യപദ്ധതി കൂടി ചരിത്രത്തിലാദ്യമായി സംസ്ഥാനത്ത് പരിഷ്കരണം നടത്തിയിരിക്കുന്നു. ആ പ്രീ പ്രൈമറി പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വർണ്ണക്കൂടാരങ്ങൾക്ക് വരും കാലങ്ങളിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിയും. അതുമാത്രമല്ല, ഈ പ്രീ പ്രൈമറി കുട്ടികളുടെയും 1-2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെയും കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു അത്ലറ്റിക് കിഡ്സ് അത്ലറ്റിക് എന്ന് പറയുന്ന ഒരു കിറ്റ് കൂടി ഇപ്പോൾ SSKയുടെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോജക്റ്റുകൾക്കാകെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും ജില്ലയിലും പ്രത്യേകിച്ച് കൊട്ടാരക്കരയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള സഹായം കേരളത്തിൻ്റെ ബഹുമാനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കര ഒരു വിദ്യാഭ്യാസ ഹബ്ബായി
മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. SSI പദ്ധതിയിലാണ് നമ്മുടെ സ്കൂളിന് മൈലം KVLPS വളരെ പാരമ്പര്യമുള്ള സ്കൂളാണ്. അപ്പോൾ പ്രൈമറി കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഏകദേശം 10 ലക്ഷം രൂപയോളം മുടക്കി വളരെ മനോഹരമായി കുട്ടികൾക്ക് പുതിയ പാഠ്യപദ്ധതിക്ക് അനുസരിച്ച് കളിച്ചു വളരുന്നതിനും പഠിക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. വളരെയേറെ സന്തോഷം. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ്. സ്കൂളിലുണ്ടായ പുരോഗതിയിൽ വളരെയധികം സന്തോഷം. അണിയറ പ്രവർത്തകരെ ആദരിക്കുന്നു. ഏറെ ബഹുമാനിയായ കേരള ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഞങ്ങളുടെ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാര്യപരിപാടിയുടെ ഭാഗമായിട്ടെത്തിയ എല്ലാ വിശിഷ്ട നമ്മുടെ ഈ വിദ്യാലയം സ്ഥാപിതമായത്. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊരു വളർച്ച നമുക്ക് ഈ വളർച്ചയിൽ ആണ് നമ്മുടെ മൈലം ഗവൺമെന്റ് KVLPS. ഇപ്പം കഴിഞ്ഞ കുറേ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഒരു പറ്റം മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഇത്തിരി സൈഡിലോട്ട് നിന്ന് പ്രസിഡന്റ് ഇത്തിരി സൈഡിലോട്ട് നിന്ന് ഇങ്ങോട്ട് മോൻ കാണുന്നില്ല. ഞങ്ങൾ കത്തിക്കാം.
ഇന്നൊരു ഉത്സവ ദിനമാണ്. കാരണം നമ്മുടെ ഒരു ചിരകാലമായ ഒരു സ്വപ്നം നമുക്കിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരുപാട് നമ്മുടെ സ്കൂൾ 1921 നമ്മുടെ ഈ വിദ്യാലയം സ്ഥാപിതമായത്. ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊരു വളർച്ച നമുക്ക് ഈ വളർച്ചയിൽ നമുക്ക് ഏവർക്കും സന്തോഷിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് പേർക്ക് അക്ഷരമധുരം പകർന്നു കൊടുത്ത ഈ വിദ്യാലയ മുത്തശ്ശിയാണ് നമ്മുടെ ഗവൺമെന്റ് KVLPS. ഇപ്പം കഴിഞ്ഞ കുറെ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഒരു പറ്റം വിടുതലായ ഒരു സ്കൂളിനോട് നാട്ടുകാരുടെ സ്നേഹം എന്താണെന്ന് കാണുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇവിടെയൊക്കെ നിൽക്കുന്നവരൊക്കെ പഴയ കുട്ടികളാണ്. 100 ചില്ലാനം വർഷമായിട്ട് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പറ്റുന്നവരൊക്കെ ഈ സ്കൂളിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരല്ല, കടന്നുപോയ എത്രയോ പേര് കൂടി പഠിച്ചാണ് 100 ചില്ലാനം വർഷമായ സ്കൂൾ എന്ന് പറയുമ്പോൾ. അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോഴത്തെ കുട്ടികളെ വരെ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വിദ്യാലയം എന്ന നിലയിൽ ഇവിടുത്തെ ഈ വിദ്യാലയത്തിന്റെ ഏറ്റവും പുതിയ ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞേക്കുന്ന വർണ്ണക്കൂടാരം. തൊട്ടപ്പുറത്ത് നമ്മുടെ VHSCയിലെ തൊട്ട് ചേർന്നാണ്. പിന്നെ അത് ഇവിടുത്തെ NSSന്റെ ഭാഗമായിട്ടുള്ളൊരു എയ്ഡഡ് സ്കൂളാണ്. ആ സ്കൂളിലെ സ്കിൽ ടു വെഞ്ചർ എന്നൊരു പദ്ധതിയുടെ ഞങ്ങൾ കയറി കണ്ടിട്ട് ആണ് വരുന്നത്. സ്കിൽ ടു വെഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പഠിക്കുന്നവർക്ക് അവരുടെ പഠിക്കുന്ന സ്കില്ല് പുസ്തകത്തിലും നോട്ട് ബുക്കിലൊക്കെ വായിച്ചു എഴുതി പഠിച്ചാൽ പോരാ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്കിൽ ടു വെഞ്ചർ. AC മെക്കാനിക് കോഴ്സ് ഉണ്ടോ VHSCക്ക്. AC എങ്ങനെ നന്നാക്കാവുന്ന കുട്ടികൾ പഠനത്തിന്റെ ഭാഗമായി പരിശീലിക്കുന്ന ഒരു സ്കീമാണ് നടക്കുന്നത്. ഇവിടെ കുട്ടികൾ നോക്കി 13 ഇനങ്ങളാണ് ഈ നമ്മുടെ വർണ്ണക്കൂടാരത്തിൽ. വലിയൊരു തുകയൊന്നും കുറയ്ക്കുമെന്ന് വെച്ചാൽ അല്ല, എന്നാൽ സാമാന്യം നല്ല തുകയാണ്. സ്കൂളിന് അടിസ്ഥാന സൗകര്യം എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ഏതാനും ലക്ഷങ്ങൾ 10 ലക്ഷത്തിലധികം രൂപയാണ് മുടക്കി കുട്ടികൾക്ക് പലതരത്തിൽ കളിക്കാമെന്ന് തോന്നുന്നു. എല്ലാവരും സ്കൂളിലേക്ക് വരുന്നതിന് അവരുടെ മനസ്സിലുണ്ടാവുന്ന ഇവിടുത്തെ അന്തരീക്ഷമായിരിക്കും. പണ്ടൊക്കെ 1ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർക്കാൻ പോയാൽ അല്ലെങ്കിൽ പ്രീ പ്രൈമറി ചേർക്കാൻ പോയാൽ വലിയ കരച്ചിൽ ഭരണമാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് പരിശീലിച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകണം എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം. അതിന് പറ്റുന്ന ക്ലാസ് മുറിക്കകത്താണെങ്കിൽ ഇവിടെ പുറത്ത് കളിക്കാനുള്ള സൗകര്യമുണ്ട്, ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, ചെറിയ ഫോറസ്റ്റിന്റെ കാര്യങ്ങളുണ്ട്. ഇവിടെ ആണെങ്കിൽ സൈക്കിൾ ചവിട്ടി ഒരു കാര്യം നടന്നു പോകണമെങ്കിൽ സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് ഒരു സാമൂഹ്യമായി ജീവിക്കാനുള്ള പരിശീലനം കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് വന്നാലോ, ഞാൻ ഈ വർണ്ണക്കൂടാതെ പല സ്കൂളിലും കൊച്ചു പള്ളിക്കൂടങ്ങളിലാണ് ഇതുള്ളത്. അവിടെ കുട്ടികൾക്ക് പാട്ട് പാടാൻ, കഥ പറയാൻ ഒക്കെ പറ്റുന്ന മൈക്കും സംവിധാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായി, ഞങ്ങളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകനായിട്ടല്ലോ നമ്മളാരും ഇങ്ങനെ വളർന്നു വരുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പ്രസംഗിക്കാനായിട്ട് വരുന്ന ബുദ്ധിമുട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്കൂളിൽ നമ്മളൊക്കെ ഷൈ ആയി പുറകോട്ട് നിൽക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അപ്പൊ അന്നൊക്കെ ആളുകളെ ഉപയോഗിക്കുന്നത് നല്ല പ്രശ്നമാണ്. ഇവിടെ ഈ കുട്ടികൾ ആ മുറിക്കകത്ത് തന്നെ വേണമെങ്കിൽ അവർക്ക് പാട്ട് പാടാം. പലരും പല കഴിവ് കാണും, പക്ഷെ അവർക്ക് സദാകമ്പം ഉണ്ട്. ആളുകളുടെ മുന്നേ വരാറില്ലേ, പലപ്പോഴും പേടിയാണ്, വിഷമമാണ് കളിക്കാൻ ഇറങ്ങാൻ, അല്ലെ പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, പ്രസംഗിക്കാൻ. ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ അവരുടെ സ്റ്റേജ് ഉണ്ട്, ഒരു മൈക്കുണ്ട്, ലൈറ്റ് ഉണ്ട്, നാടകം കളിക്കണം, അങ്ങനെ കുട്ടികൾക്ക് ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുകയാണ്, അവർക്കൊരു ധൈര്യം കൊടുക്കുകയാണ്. അപ്പൊ പഴയ തലമുറയിൽ നിന്നും വ്യത്യസ്തമായി പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. ആ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ക്ലാസ് മുറികളുടെ അന്തരീക്ഷങ്ങളുണ്ട്. പണം വരയ്ക്കുന്നവരുണ്ട്. ഞങ്ങൾ എല്ലാ തരം കലാരൂപങ്ങളും കൂടി ആദരിക്കേണ്ടതുണ്ട്. കുളക്കട ഉപജില്ല സാറിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടാതെ കഴിഞ്ഞ 3 വർഷങ്ങളായി കുളക്കട ഉപജില്ലയിലെ പെയിന്റർ സ്കൂളിലെ കഴിഞ്ഞ നിർമ്മാണത്തിൽ കുളക്കട ഉപജില്ലയിൽ നിന്ന് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അംഗനക്ഷരോമിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തി അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇന്നത്തെ കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി. ആ തീരുമാനത്തിന്റെ ഭാഗമായി 6000-ലധികം കോടി രൂപയാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നവീകരണത്തിനായി ചെലവഴിച്ചത്. വളരെ മനോഹരമായി
ഒരു വർണ്ണക്കൂടാരം തയ്യാറാക്കുകയും അത് നമ്മുടെ ഈ നാടിനും നമ്മുടെ ഈ കുട്ടികൾക്കുമായി സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ സ്കൂളിന്റെ എച്ച്എം, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഇവിടുത്തെ അധ്യാപകർ, അതിനുവേണ്ടി അവരെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള നമ്മുടെ കുളക്കട BRCയിലെ VPC രാജി ടീച്ചറിനോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുളക്കട BRCയിലെ SSKയുടെ ടീം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവിടുത്തെ രക്ഷകർത്താക്കൾ, ഇവിടുത്തെ നാട്ടുകാർ, ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേണ്ടി ഇത്രയും മനോഹരമായ ഒരു വർണ്ണക്കൂടാരം സെറ്റ് ചെയ്യാൻ മുന്നോട്ട് വന്ന എല്ലാവരെയും സൗന്ദര്യ ശിക്ഷ കേരള കൊല്ലത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. 13 ഇടങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് 10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പ്രോജക്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ പൂർണ്ണമായ പ്രയോജനം നമുക്കുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നിങ്ങൾ നടത്തേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും SSKയുടെ ഭാഗത്തുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. സ്കൂളുകൾക്ക് ഈ വർണ്ണക്കൂടാരം പദ്ധതി അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഏറെ താമസിച്ച് ഏറ്റവും അവസാനമായി അനുവദിച്ച സ്കൂളാണ് മൈലം GKV LPS. പക്ഷെ വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് പണി തീർത്ത് ഉദ്ഘാടനം നടന്ന ഒരു സ്കൂൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അതും ഈ സ്കൂള് തന്നെയാണ്. അതിലേറെ സന്തോഷം, നമ്മൾ കൊടുത്ത അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് SSK വഴി അനുവദിച്ച പൈസ അത് കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് ടീച്ചർ അത് നിർവഹിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ഫണ്ടും വരുമ്പോൾ നമ്മൾ ഓരോ സ്കൂളുകളോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ ഫണ്ട് വേണോ, ഈ പദ്ധതി വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ ഓഡിറ്റും കാര്യങ്ങളും ഒക്കെ പേടിച്ചിട്ട് തന്നെ പല പ്രഥമാധ്യാപകരും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് പതിവ്. പക്ഷേ ശ്രീകല ടീച്ചർ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തയാണ്. ഇറങ്ങി പോകുമ്പോൾ ഈ നാട്ടിലെ കുട്ടികൾക്ക്, ഈ നാട്ടിലെ വിദ്യാലയത്തിന് അത് ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തണം എന്ന് മനസ്സിൽ അത്രയും നന്മയുള്ള ഒരു ടീച്ചറാണ് നമ്മളുടെ ശ്രീകല ടീച്ചർ. അത് ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും, സാധാരണ ചില സ്കൂളുകളിൽ ഹരിസാറ് വന്ന് നേരിട്ട് നോക്കി കാണുന്നത് അതൊക്കെയാണ്. കാരണം ശരിക്കും പറഞ്ഞാല് ഇന്ന് നമ്മുടെ നാടിന്റെ ഉത്സവമാണ്. എല്ലാവരും പഠിച്ച സ്കൂള് ഇന്ന് ഈ നിലയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനുവേണ്ടി പ്രയത്നിച്ച ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും ഈ ഘട്ടത്തിൽ പ്രശംസിക്കുന്നു. ഒപ്പം എല്ലാ ജീവനക്കാരെയും രക്ഷിതാക്കളെയും എല്ലാം. കുറെ നാളുകളായി ഈ ഒരു സംരംഭത്തിന്റെ പ്രധാന മീറ്റിങ്ങുകൾ നടക്കുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ എത്തിച്ചേരാറുണ്ട്. ഇപ്പോഴെല്ലാം കാണുന്ന ഒരു പ്രത്യേകത, മുഴുവൻ രക്ഷിതാക്കളും ഒന്നടങ്കം നമ്മുടെ സ്കൂളിനെ സ്നേഹിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അവരുണ്ട്. അതൊരു പ്രത്യേകതയാകട്ടെ. രക്ഷിതാക്കൾ എത്രത്തോളം പങ്കെടുത്ത ഒരു മീറ്റിംഗ് എനിക്ക് വളരെ സന്തോഷം തോന്നി. അന്നേ ഞാനത് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഏറ്റവും വിജയിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെയും ജീവനക്കാരുടെയും പങ്കാളിത്തം തന്നെയാണ്. ഒപ്പം നമ്മുടെ കുട്ടികൾ അല്ലേ, ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നമ്മുടെ സ്കൂളിലെ പ്രീ പ്രൈമറി സ്കൂളിനെയും കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്റ്റാർസ് പദ്ധതിയിലൂടെ 10 ലക്ഷം രൂപ നമ്മുടെ സ്കൂളിനും അനുവദിച്ചു. ശരിക്കും 6 ലക്ഷം രൂപ, അതായത് 60% എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതും 40% സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്നതാണ്. ഈ പദ്ധതി നമ്മുടെ സ്കൂളിൽ വരുമ്പോൾ ഇതിന്റെ പ്രയോജനം ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകണം. അന്തർദേശീയ നിലവാരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുയർത്താൻ കഴിയുന്ന പഠന ഉപകരണങ്ങളും ബോധന മാധ്യമങ്ങളും എല്ലാം നമുക്കിന്ന് നമ്മുടെ കൈയെത്തുന്ന അകലത്തിൽ സംജാതമായിരിക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഗുണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവണം. കുഞ്ഞുങ്ങൾ ഇവിടെ വരണം. ഇത് കണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരാനുള്ള സാധ്യത ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചെയ്യുന്നത് കൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ. അതിനായി എല്ലാവരും ഒത്തുചേരണം, ശ്രമിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ പറയുന്നു. ഒരു കാര്യം കൂടെ,
ഞാനെന്നല്ല ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ എച്ച്.എം പറഞ്ഞതുപോലെ രാധാകൃഷ്ണ സാറ് ഞാൻ മുഴുവൻ പേരും മിക്കവാറുമുള്ള എല്ലാ രക്ഷിതാക്കളും നമ്മൾ ഈ സ്കൂളിലാണ് പഠിച്ചത്. ആദ്യാക്ഷരം നമുക്ക് പറഞ്ഞു തന്നത് ഇവിടുന്നാണ്. അന്ന് പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും, നാരായണപിള്ള സാറാണ് ഞാൻ പഠിക്കുമ്പോൾ എച്ച്.എം ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മത്സാറിന്റെ അമ്മ ഗോമതിയമ്മ സാറ് പിന്നീട് എച്ച്.എം ആയി മാറി. അതുപോലെ ഒരുപാട് നമ്മുടെ സ്കൂൾ നാട്ടിലെ ഒരുപാട് പേര് പിന്നെ എച്ച്.എം ആയി. ബാലകൃഷ്ണ സാറിന്റെ വിജയിച്ചുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാം അവരെല്ലാം പഠിപ്പിച്ച ആദ്യ അക്ഷരങ്ങൾ നമുക്ക് നമ്മുടെ ഈ നാട്ടിലെ മുഴുവൻ പേർക്കും പിന്നെ നന്നായി വരാൻ ഭാഗമായതാണ്. അത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മരിച്ചുപോയ അവരെ എല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇത്രയൊക്കെ അവരിരുന്ന സ്ഥാപനത്തിന് ഇത്രയും ഉയർച്ച നമ്മുടെ ശ്രീ ടീച്ചർ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എല്ലാവർക്കും ഉണ്ട്. ഒപ്പം മൈലം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമ്മൾ വിചാരിച്ച അത്രയും പറ്റിയില്ല എങ്കിൽ പോലും കുറെ മെയിൻ്റനൻസ് അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഞാനന്ന് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കുറേയൊക്കെ ആ കെട്ടിടത്തിലൊക്കെ ചില ചോർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായി അതെല്ലാം പരിഹരിക്കപ്പെടാനായിട്ടുണ്ട്. ഇനിയും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. എന്തായാലും നമ്മുടെ സ്കൂളിന് വരുന്ന ഒരു ഉയർച്ചയിൽ എല്ലാവരും പങ്കാളിയാവണം. ഒപ്പം എപ്പോഴായാലും നമ്മളും ഉണ്ടാകും എന്നുകൂടി പറയുകയാണ്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. 2030 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഭാരതം വിശ്വഗുരു എന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാലയത്തിലെ കുട്ടികളും അന്തർദേശീയ നിലവാരത്തിലേക്ക് ആയിത്തീരണം. ആ ഒരു വലിയ കാഴ്ചപ്പാട്, ആ ഒരു കാഴ്ചപ്പാടിലാണ് 2020 ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി സ്റ്റാർസ് എന്നൊരു പദ്ധതി നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും ശരിക്കും പ്രീ പ്രൈമറി വിദ്യാലയങ്ങളെ കൈപിടിച്ചുയർത്തിയത്. സാറ് പറഞ്ഞതുപോലെ എന്താണ് തൊഴിൽ മേഖലയിലൂടെ വരുമാനം പ്രീ ഡിഗ്രി, അതായത് PHC പഠിക്കുമ്പോഴേ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല. നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് ഡിഗ്രി പഠിച്ചിറങ്ങിയാലും ഒരു ഫാൻ പോലും ചെയ്യാൻ അറിഞ്ഞൂടാ, ഒരു സ്വിച്ച് നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ അങ്ങനെയല്ല, തൊഴിൽ നൈപുണ്യം അവർക്കുണ്ടാവണം. പഠിക്കുന്നത് മാത്രമല്ല, ആ ഒരു വലിയ കാഴ്ചപ്പാട്. അപ്പം ആ രീതിയിലേക്ക് നമ്മുടെ ദേശീയ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ചേർന്ന് വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആ പദ്ധതികൾ പ്രയോജനപ്പെടുത്താൻ ആർക്ക് കഴിയണം? നമുക്ക് കഴിയണം. ഓരോരുത്തരും അതിനായി ശ്രമിക്കുക. ഈ അവസരത്തിൽ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈശ്വര കടാക്ഷം ഉണ്ടാകട്ടെ, ദേവി കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. 1ാം ക്ലാസ്സിന് മുമ്പേ അല്ലെങ്കിൽ നേരത്തെ അംഗനവാടികളായിരുന്നു നിലനിന്നിരുന്നത്. അവിടേക്ക് സ്കൂളുകളിൽ കുട്ടികൾ എത്തിച്ചേരാൻ വളരെ വൈമുഖ്യമാണ്. അവർ കരഞ്ഞും സ്കൂളിൽ പോകുന്നില്ല എന്നുള്ള വാശിയോടെ ഇരിക്കുന്ന ആ ബാല്യത്തിലെ കുരുന്നുകളെ നമ്മുടെ സ്കൂളിലേക്ക് ആകർഷിക്കുന്നതിന് അതിമനോഹരമായ ഒരു 13 ഇടങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വർണ്ണക്കൂടാരം നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിൻ്റെതായ അർത്ഥത്തിൽ പ്രയോജനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കരിസാറ് സൂചിപ്പിക്കുകയുണ്ടായി. ഏകദേശം 1 വർഷക്കാലം നമ്മുടെ ഒരു കുഞ്ഞിന് 50,000 രൂപയാണ് ലഭ്യമാകുന്നത്. ഇത് ഓരോ വർഷം കൂടുമ്പോൾ അനുസരിച്ച് ആ എമൗണ്ട് നമുക്ക് കുറഞ്ഞു വരും, ടാലി ചെയ്തു വരുന്നു. അപ്പോൾ ഇത് പ്രയോജനം ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ നമുക്ക് മുതൽ മുടക്കി നമ്മുടെ സ്കൂളിന്റെ ഈ പ്രവർത്തനത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ നല്ലവരായ നാട്ടുകാരും ഇവിടുത്തെ അധ്യാപക സുഹൃത്തുക്കളും വേണ്ടുന്നത് നമ്മുടെ ആ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരാൻ, മാക്സിമം നമ്മുടെ കുട്ടികളെ എത്തിച്ചേരാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക.
അതിന് നമ്മുടെ ആ വരുന്ന കുട്ടികളും ആ രക്ഷിതാക്കളുമായിരിക്കണം അതിൻ്റെ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത്, അല്ലാതെ നമ്മൾ പുറത്ത് നൽകുന്ന പബ്ലിസിറ്റി അല്ല. അപ്പോൾ ഓരോ കുട്ടിയും മറ്റ് ധാരാളം പൈസകൾ കൊടുത്ത് LKG UKG പോയി അവർ ലഭ്യമാകുന്ന പഠന പ്രവർത്തനത്തിൽ നിന്നും ഏറെ വിഭിന്നമായി, അല്ലെങ്കിൽ കുട്ടി ആസ്വദിച്ച് അവന് ഇഷ്ടമുള്ള രീതിയിൽ പഠനം മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ഇടങ്ങൾ ഒരുക്കി മറ്റു കുട്ടികളെ കൂടി ആകർഷിക്കണം എന്ന് മാത്രം പറയുന്നു. അതോടൊപ്പം വളരെ മനോഹരമായ, ചെറിയ സ്കൂളാണെങ്കിലും വളരെ മനോഹരവും ചിട്ടയോടും കൂടി നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ വഹിച്ച ഈ സ്കൂളിലെ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും PTA APTA എല്ലാ അംഗങ്ങൾക്കും ഈ അവസരത്തിൽ ആദരവ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. വണ്ണക്കൂടാരം വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി നമ്മുടെ നാടിന്റെ സരസ്വതി ക്ഷേത്രത്തിൽ നമ്മളെല്ലാം പഠിച്ച ഈ സ്കൂളിൽ വലിയ ഒരു പുരോഗതിയുടെ മുന്നോടിയായി ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ 9.5 വർഷക്കാലമായി സംസ്ഥാനത്താകെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റം, അൺഎക്കണോമിക് എന്ന് പറഞ്ഞ് വിദ്യാലയങ്ങൾ കൂട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിന്നിരുന്നു. ഇത്ര കുട്ടികൾ താഴെയുള്ള സ്കൂളുകൾ, അന്ന് സർക്കാർ സ്കൂളിന്റെ അവസ്ഥ എന്താ, നമ്മുടെ ഈ സ്കൂളിന്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്കറിയാം. ഈ സ്കൂളിന്റെ പകുതി പെയിന്റ് ഒരു കരിയോലി പോലൊരു പെയിന്റ് വെച്ച് അടിച്ച് ബാക്കി കുമ്മായം കൊണ്ട് പരട്ടിയ ഒരു സ്കൂളായിരുന്നു ഇത്. നമ്മൾ പഠിക്കുന്ന കുട്ടികളെ നമ്മുടെ ഷട്ടിലും ടിക്കറ്റുകളും എല്ലാം ഈ പെയിന്റ് പറ്റുമായിരുന്നു. ഒരു ഒറ്റ ആകർഷകമല്ലാത്ത സ്കൂളായിരുന്നു. അപ്പോൾ വലിയ ആളുകൾ, കാശുള്ള ആളുകളുടെ, പണക്കാരുടെ മക്കൾക്ക് ഫീസ് കൊടുത്ത് വലിയ സ്കൂളിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ നിന്നെല്ലാം വലിയ മാറ്റം കഴിഞ്ഞ 10 വർഷക്കാലം 9 വർഷക്കാലമായി സംസ്ഥാനത്ത് നിൽക്കുന്ന ഗവൺമെന്റിന്റെ ഇടപെടൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ശക്തമായ ഇടപെടലിന്റെ ഭാഗമായി നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി അംബിക ടീച്ചർ പറഞ്ഞതുപോലെ തീർച്ചയായും അത് 6 ലക്ഷം രൂപ കേന്ദ്ര സർക്കാരിന്റെയും 4 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെയാണ്. അടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാവും അവരുടെ ശമ്പളം, SSKയിലെ അവരുടെ ശമ്പളം അടക്കം, അവിടെ താൽക്കാലികമായി സ്ഥിരമായി നിൽക്കുന്ന ജീവനക്കാർക്ക് കിട്ടേണ്ട ശമ്പളം അടക്കം കഴിഞ്ഞ 2.5 വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത്. ഈ പണി ചെയ്ത 10 ലക്ഷം രൂപയും ശ്രീകല ടീച്ചറെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് എടുത്ത ട്രഷറി കിട്ടും എന്ന പ്രതീക്ഷയിൽ എടുത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും കേന്ദ്ര സർക്കാർ, നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. കേന്ദ്രവും സംസ്ഥാനവും യോജിച്ച്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി യോജിച്ച് തന്നെയാണ് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും. കുട്ടികൾക്ക് രാവിലെ ഒന്നാന്തരമായി ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് നല്ല ഭക്ഷണവും പോഷകാഹാരവും കൊടുക്കുന്ന മറ്റേതെങ്കിലും സംസ്ഥാനം ഉണ്ടോ? നമ്മുടെ ചാനലുകളൊക്കെ പോലെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് അടയ്ക്കാണ്, നമ്മൾ ചാനലിലൊക്കെ നോക്കിയാൽ മതി. അതൊന്നും അല്ല. അപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പുരോഗതി ഉണ്ട്, നമ്മൾ കാണാതെ പോകരുത്. കേരളത്തിലെ സംസ്ഥാനങ്ങളിൽ ആരോഗ്യ രംഗത്തായാലും പൊതുവിദ്യാഭ്യാസ രംഗത്തായാലും വലിയ മാറ്റങ്ങൾ